എല്ലാ വിദ്യാർത്ഥികളും വെയിറ്റ് ചെയ്തൊരു കാര്യമാണ് നീറ്റിന്റെ ആപ്ലിക്കേഷൻ എന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കൂടാണ്ട് എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടും അത് കൂടാണ്ട് അഡ്മിറ്റ് കാർഡുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാകാനായിട്ട് എല്ലാ വിദ്യാർത്ഥികളും വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആപ്ലിക്കേഷൻ ഡേറ്റും അത് കൂടാണ്ട് എക്സാമിനേഷൻ ഡേറ്റ് ദെൻ ആപ്ലിക്കേഷൻ ഫീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. കറന്റിലി ഇന്നലെ മുതൽ, അതായത് ഫെബ്രുവരി 9 മുതൽ ആപ്ലിക്കേഷൻ നീറ്റിന്റെ 2024 ആപ്ലിക്കേഷൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2024 ഫെബ്രുവരി മാസം 9 മുതൽ മാർച്ച് മാസം 9 വരെയാണ് നമുക്ക് നീറ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. മാർച്ച് മാസം 9 വൈകുന്നേരം 9 മണി വരെയാണ് നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ദെൻ നമുക്ക് ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനായിട്ട് തന്നിരിക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് മാസം 9 രാത്രി 11:50 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആപ്ലിക്കേഷൻ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും. സോ നമുക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് നമുക്ക് ടോട്ടൽ ആയിട്ട് 1 മന്ത് ടൈം ഉണ്ട്. എന്നതുകൊണ്ട് നിങ്ങൾ ലാസ്റ്റ് മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷൻ ഒരു മിസ്റ്റേക്കും ഇല്ലാണ്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോൾ ആപ്ലിക്കേഷൻ ഫീയുടെ കാര്യം നോക്കുന്ന സമയത്ത് ജനറൽ കാറ്റഗറി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് 1700 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ആയിട്ട് ഈടാക്കുന്നത്. EWS അതുപോലെ തന്നെ OBC വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് 1600 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. SC ST അത് കൂടാണ്ട് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, തേർഡ് ജെൻഡേഴ്സ്, ഇവർക്ക് വരുന്ന ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ് ടോട്ടൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ എക്സാം സിറ്റി പ്രിഫറൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷെ നമുക്ക് ഏത് സെന്റർ ആണ് അല്ലെങ്കിൽ ഏത് സിറ്റിയാണ് കൺഫേം ആവുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി നമ്മൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് അറിയാനായിട്ട് സാധിക്കുക. അത് കൂടാണ്ട് എക്സാമിനേഷൻ ഡേറ്റ് അനൗൺസ് ചെയ്തേക്കുന്നത് മെയ് മാസം 5 മെയ് മാസം 5 വരുന്നത് ഞായറാഴ്ചയാണ്. സോ മെയ് മാസം 5 2 മണി മുതൽ 5:20 വരെയാണ് നമ്മുടെ എക്സാമിനേഷൻ നടക്കുന്നത്. ടോട്ടൽ 200 മിനിറ്റ്സ് ആണ് നമുക്ക് എക്സാമിനേഷന് വേണ്ടിയുള്ളത്. അതായത് 3 മണിക്കൂറും 20 മിനിറ്റുമാണ് നമുക്ക് എക്സാമിനേഷന് വേണ്ടിയിട്ട് ഉള്ളത്. പിന്നെ നമ്മുടെ സെന്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്തായിരിക്കും നമുക്ക് അറിയാനായിട്ട് സാധിക്കുക. സോ എല്ലാ വിദ്യാർത്ഥികളും മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയും വേഗത്തിൽ പോയി ആപ്ലിക്കേഷൻ കൊടുക്കുക എന്നതല്ല, പ്രോപ്പറായിട്ട് എല്ലാ ഡോക്യുമെന്റ്സും എന്ത് ചെയ്യാം, കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് കൂടാണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്സ് വരികയാണ് എങ്കിൽ അത് തിരുത്താനായിട്ട് നമുക്ക് ഡേറ്റ് അവൈലബിൾ ആണ്. പക്ഷെ ആ ഒരു ഡേറ്റ് എന്ത് ചെയ്തിട്ടില്ല, ഇപ്പൊ അനൗൺസ് ചെയ്തിട്ടില്ല. ആ ഒരു ഡേറ്റ് നമ്മുടെ ആപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അറിയിക്കുന്നതായിരിക്കും. സോ നമ്മുടെ നീറ്റിന്റെ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടും നീറ്റിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള അപ്ഡേറ്റഡ് വീഡിയോസ് നമ്മുടെ ചാനൽ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. സോ അത്തരത്തിലുള്ള വീഡിയോസ് വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോയിൽ നിന്നുള്ള ഒരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.